PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളുടെ ആൻസർ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഒന്നാമത്തെ ചോദ്യം 4/3 + 4 + 2/3 സമം. ഇതിൻ്റെ ഉത്തരം കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 4/3 എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എങ്ങനെ എഴുതും? 3/3 + 1/3. ഡിനോമിനേറ്റർ സെയിം ആണ്, 3 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ കൂട്ടിയാൽ മതി. 3 + 1 4. അതായത് 4/3. 3നെ ഈ രീതിയിലോട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്ലസ് ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4 നമ്മൾ വ്യത്യാസം വരുത്തുന്നില്ല. 2/3 ഇതിന് നമ്മൾ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. ഈസ് ഈക്വൽ ടു, നിങ്ങൾ ആലോചിക്കുക, 3/3 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ നമുക്ക് 1 എഴുതാം. പ്ലസ് ഈ 4നെ നമുക്ക് ചേർത്ത് എഴുതാം. അപ്പോൾ 1 + 4 പ്ലസ് ഇവിടെ നോക്കുക, അത് ഈ 2 നമ്പറുകൾ ഫ്രാക്ഷൻസ് എടുത്തിട്ടുണ്ട്. 2നെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അത് 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടിയാൽ പോലെ 1 + 2 3. ക്ലിയർ അല്ലേ? അപ്പോൾ 1 + 4 5. നമുക്ക് ഒന്നുകൂടെ എഴുതാം. 1 + 4 പ്ലസ് 3/3 എന്ന് പറയുന്നത് 1 ആണല്ലോ. ഓക്കെ, അപ്പോൾ 1 + 4 + 1 എന്ന് പറയുന്നത് 6. ഓപ്ഷനിലുണ്ടോ? യെസ്, 6 ആണ് നമ്മുടെ ആൻസർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റിനോട്ടൊന്ന് പോയാലോ? 7ൽ 2നോട് എത്ര കൂട്ടിയാൽ 1 കിട്ടും? വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കണം 9നോട് എത്ര കൂട്ടിയാൽ 11 കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 9ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 11 കിട്ടും അല്ലേ? ഈ 2 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ 11ൽ നിന്നും ഈ 9 കുറക്കുമ്പോഴാണ് നമുക്ക് ഈ 2 കിട്ടുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 7ൽ 2നോട് എത്ര കൂട്ടിയാൽ 1 കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1ൽ നിന്നും ഈ 7ൽ 2 കുറച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ 1 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ 1 × 7 7 7 - 2/7 നമുക്ക് 5/7 എന്ന ആൻസർ കിട്ടും. ഉണ്ടോ ഓപ്ഷനിൽ? 5/7. ഓക്കെ ആണല്ലോ? നമുക്ക് ഇത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഇവിടെ നോക്കാം, ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 ആണ്. അപ്പോൾ നമുക്ക് ഈ 1നെ വേണമെങ്കിൽ 7 ഡിനോമിനേറ്റർ വരുന്ന രീതിയിലോട്ടൊന്ന് മാറ്റിയാലോ? 1നെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കണ്ടേ? 7/7. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കുമല്ലോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ട 1നെ നമുക്ക് 7/7 എന്ന് എഴുതാം. അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 ആയതുകൊണ്ട് 7 വരുന്ന രീതിയിലോട്ട് തമ്മിലൊന്ന് മാറ്റി എഴുതി. ഇനി നമുക്കൊന്ന് ആലോചിക്കാം, ഇവിടെ തന്നിരിക്കുന്നത് 7ൽ 2. 7ൽ 2ൻ്റെ കൂടെ എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കിട്ടാനായിട്ട്? 7ൽ 7 കിട്ടാനായിട്ട് അല്ലേ? 1ന് പകരം നമ്മൾ 7ൽ 7 കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, 2നെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കൂട്ടിയാൽ മതി? യെസ്, 5/7 കൂട്ടിയാൽ പോരെ? 5 × 2 7 7/7 കിട്ടിയില്ലേ? അപ്പോൾ ഈ രീതിയിലും ചിന്തിക്കാൻ നമുക്ക് കിട്ടുന്ന ആൻസർ 5/7 ആയിരിക്കും. ക്ലിയർ? നമുക്ക് ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. എന്താണ് ചോദ്യം? 0.01 × 0.0025 ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കാം, 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1 കിട്ടും. അത് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഇനി 0.1ൻ്റെ സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 0.1 × 0.1 നമുക്ക് 0.01 എന്ന് കിട്ടും. ഇനി 0.01ൻ്റെ സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യണം? 0.01 × 0.01 = എത്ര കിട്ടും? ഇവിടെ ഈ 1 കൂടെ ഗുണിച്ചാൽ മതി. 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യയുണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യയുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സംഖ്യകൾ വേണം. 1 ഇവിടെ ഉണ്ട്. അപ്പോൾ 4 സംഖ്യകളാക്കാനായിട്ട് 3 0 ഇട്ടാൽ മതി. നമുക്ക് എന്ത് കിട്ടി? 0.00. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം. 0.01ൻ്റെ സ്ക്വയർ റൂട്ട് 0.01 ഇതല്ലേ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ഇൻറ്റു 0.0025ൻ്റെ സ്ക്വയർ റൂട്ട് കാണണ്ടേ? നിങ്ങൾക്കറിയാം 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 അല്ലേ? ഉറപ്പായിട്ട് 5 വരും അല്ലേ? 5 വരും. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 4 നമ്പറുകളുണ്ടെങ്കിൽ പിന്നെ സ്ക്വയറിൽ എത്ര സംഖ്യകൾ വരും? ഇതിൻ്റെ പകുതി വന്നാൽ മതി. അതായത് ഇവിടെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ 2 എണ്ണം വന്നാൽ മതി. ഓൾറെഡി 1 എണ്ണം ഉണ്ട്. ഒരു 0 കൂടി ഇടുമ്പോൾ 2 ആയി. അതായത് 0.1 × 0.05 ആണ് കിട്ടുന്നത്. തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 1നെയും 5നെയും കൂടെ ഗുണിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 നമ്പർ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2. ഇപ്പോൾ 2 1 3 ടോട്ടൽ 3 നമ്പറുകളുണ്ട്. ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 0 കൂടെ ചേർക്കാം. ഇപ്പോൾ പോയിൻ്റ് 1 മൊത്തം ഇവിടെ 3 നമ്പറുണ്ട്. പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞ് 3 നമ്പറായി. അതായത് 0.05 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.